ശേഷം ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല ഒരു ഖബറിൻ്റെ ഉയരം പറയാണ്. ആഴത്തിൻ്റെ കണക്കല്ല, ഖബർ എത്ര വരെ ഉയർത്താം. വയർഫഉൽ ഖബറ ഖദറ ശിബ്രിൻ. ഒരു ചാണാണ് ഖബർ ഉയർത്താൻ അനുവാദമുള്ള ഉയരം. അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. എങ്ങനെയാണത്? മുസന്നമൻ. ഈ സനാം എന്നൊക്കെ പറഞ്ഞാൽ ഒട്ടകത്തിന്റെ പൂഞ്ഞക്കാണ് പറയുക. അപ്പോൾ ഖബർ ഇങ്ങനെ പരത്തിയിട്ടല്ല ഉണ്ടാക്കേണ്ടത്, ഒരു റൗണ്ട് ഷേപ്പിലാണ് ആ ഖബർ വരേണ്ടത്. മുസന്നമൻ, ആ ഒട്ടകത്തിന്റെ പൂഞ്ഞ റൗണ്ടാണല്ലോ, ആ ഒരു രൂപത്തിലാണ് ഖബർ വരേണ്ടത്. ലിസുബൂതി ദാലിക ഫീ സിഫതി ഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസാഹിബൈ. കാരണം ആ നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 കൂട്ടുകാരുടെ ഖബറുമുള്ളത്. ആരാണ് ആ 2 കൂട്ടുകാർ? അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും. ഇവരുടെ 3 ആളുടെയും ഖബർ എവിടെ ഉള്ളത്? മദീനയിലാണ്. മദീനയിൽ എവിടെ? ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. ആയിഷ ബീവിന്റെ വീട്ടിൽ 3 ഖബറുകളുണ്ട്. ഒന്ന് റസൂലിന്റെ ഖബറാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, 2 അബൂബക്കർ റളിയല്ലാഹുവിന്റെയും ഉമർ റളിയല്ലാഹുവിന്റെയും ഖബറാണ്. അപ്പൊ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠരായ 3 ആൾക്കാർ അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ. നബി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. വഖുൽ ഇന്ന ഖൈറൻ നാസി ബഅദ മുഹമ്മദിൻ വസീറാഹു ഖിദ്മൻ സുമ്മ ഉസ്മാനുൽ അർജഹു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു, പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു. ഇത് നബിന്റെ ഉമ്മത്തിൽ മാത്രമല്ല കേട്ടോ, നബിമാര് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. മൊത്തം ഉമ്മത്തിൽ, മൊത്തം മനുഷ്യർക്കിടയിൽ നബിമാര് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്, പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി, ഖബർ ഇസ്ലാമിലൊരു വരുമാന മാർഗമായിരുന്നുവെങ്കിൽ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടേണ്ടത് ആർക്കാണ്? ആയിഷ ബീവിക്കല്ലേ? കാരണം ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യന്റെ ഖബർ അവിടെ ഉണ്ട്. പിന്നെ ഈ ഉമ്മത്തിലെ നബിമാര് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠരായ 2 ആൾക്കാരുടെ ഖബറും ആയിഷ ബീവിന്റെ വീട്ടിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിന് ശേഷം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഒക്കെ ആയിഷ ബീവിക്ക് ഭക്ഷണവും കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ ഒന്നും ആയിഷ ബീവി പറയുന്നത് എന്ത്? നിങ്ങൾ എന്തിനാ അതൊക്കെ അയച്ചിരുന്നേ? എനിക്ക് ജീവിക്കാൻ ഇവിടെ നബിന്റെ ഖബറുണ്ടല്ലോ, എൻ്റെ വാപ്പാന്റെ ഉമറിന്റെ ഖബറുണ്ടല്ലോ, അതിന്ന് വരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ ജീവിച്ചോളാം എന്ന് ആര് പറയുന്നില്ല? ആയിഷ ബീവി പറയുന്നില്ല. അവിടെ ഒരു നേർച്ചപ്പെട്ടി, അവിടെ ഒരു ഉറൂസ്, അവിടെ ഒരു ആഘോഷം ഒന്നും നമ്മൾ കാണുന്നും ഇല്ല.